പറഞ്ഞു. അസിത്ത, ഞാൻ എന്റെ പേര് അസിത. ഞാൻ DU-ലെ മിറാൻഡ ഹൗസിൽ നിന്ന് UG-യും അതുപോലെ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാനൊന്ന് സ്ക്രീന് ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുവാണ്. ക്ലിയർ അല്ലേ? Yes, go ahead. ഓക്കെ, അപ്പം നമ്മുടെ 2026-ലെ CUET UG എക്സാംസിന്റെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജാമിയ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് 30th-ന്. DU-ന്റെ നിലവിൽ ഓപ്പൺ ആണ്. HCU-വും പോണ്ടിച്ചേരിയും ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റീസ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻസ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ഡോക്യുമെന്റ്സ്, പിന്നെ DU-ലെ മറ്റ് സാധ്യതകളും അവിടുത്തെ ജീവിതവും ഒക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് പോളിഗ്രേഡിന്റെ ക്യാമ്പസ് ക്യാച്ച് എന്ന് പറയുന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 1922-ല് 3 കോളേജുകളായിട്ട് 750 കുട്ടികളുമായിട്ട് തുടങ്ങി ഇന്ന് നോർത്ത് സൗത്ത് ക്യാമ്പസിലായിട്ട് 16 ഫാക്കൽറ്റീസും 86 ഡിപ്പാർട്ട്മെന്റ്സും 91 കോളേജും ഉണ്ട്. അപ്പൊ അതിൽ 540 പ്രോഗ്രാംസിലായിട്ട് ഏകദേശം 7 ലക്ഷം കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ നിങ്ങള് UG പ്രോഗ്രാംസ് ആണ് നോക്കുന്നത്. അപ്പൊ UG പ്രോഗ്രാംസിന് നമുക്ക് 4 രീതിയിലാണ് നമ്മുടെ രജിസ്ട്രേഷൻസ് വരുന്നത്. നമുക്കൊരു റെഗുലർ സ്റ്റുഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോളിൽ രജിസ്റ്റർ ചെയ്യാം, അതായത് ഒരു ഡിസ്റ്റന്റ് ലേണിംഗ് പോലെ. പിന്നെ NCWEB, അതുപോലെ തന്നെ ഫോറിൻ നാഷണൽസ്. അപ്പൊ ഇതില് സോളിലോ NCWEB-ലോ ഒക്കെ നോക്കുന്ന ഡൽഹി മലയാളീസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ക്വയറീസ് ഡീൽ ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ള പറഞ്ഞു പോവാം. ഇപ്പൊ നമുക്കൊരു റെഗുലർ സ്റ്റുഡൻസിന്റെ ബേസിസിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇനി ഒരു റെഗുലർ സ്റ്റുഡന്റിന് DU-ല് ജോയിൻ ചെയ്യുന്നതിനുള്ള ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് 12th പാസ്സായതായിരിക്കണം. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ CUT എക്സാംസ് നിങ്ങൾ അതാത് സബ്ജക്ട്സിൽ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ സബ്ജക്ട് സ്പെസിഫിക് എലിജിബിലിറ്റീസ് ഉണ്ടാവണം. ഇപ്പൊ ആർട്ട് സബ്ജക്ട്സിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്രൈറ്റീരിയ വരുന്നത് ഒന്ന് BA എക്കണോമിക്സിലാണ്. അതായത് ഇപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ +2 മാത്സ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DU-ലെ BA എക്കണോമിക്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് വരുന്നത് BAP, അതായത് BA പ്രോഗ്രാംസിലാണ്. അവിടെ നമ്മൾ നമ്മുടെ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് അറിയാം 2 സബ്ജക്ട്സിന്റെ കോമ്പിനേഷൻ വരും അവിടെ. അപ്പൊ അതിൽ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാത്സ്, സ്റ്റാറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈ 4 സബ്ജക്ട്സും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ +2-ല് മാത്സ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ നമ്മൾ BAP-ൽ തന്നെ ലാംഗ്വേജസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ ഒരു ബേസിക് ലെവൽ നോളജും നമുക്ക് ഉണ്ടാവണം. പിന്നെ പറയാന്ന് വെച്ചാല് ഇനിയിപ്പോ ഹിന്ദി കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ CUET എക്സാമിലെ ലിസ്റ്റ് A-ല് നിങ്ങൾ ഹിന്ദിയും, ഇനി BA ജേർണലിസം നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് സബ്ജക്ട് സ്പെസിഫിക് എലിജിബിലിറ്റീസ് നമ്മുടെ ആർട്ട് സബ്ജക്ട്സിൽ വരുന്നത്. ഇനി നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് കോഴ്സസ് ഏതൊക്കെയാണ് DU ഓഫർ ചെയ്യുന്നത്? നമുക്ക് 15 കോഴ്സസ് ആണ് DU ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എടുത്തു വരാനുള്ളത് ഒന്ന് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ജേർണലിസം. അതില് നമുക്ക് ഒരു 3 ഇയർ കഴിയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയാ, നമുക്ക് അതിന് ക്വിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷനും കൂടി തരുന്നുണ്ട്. പിന്നെ ഇതൊരു സെൽഫ് ഫിനാൻസ്ഡ് പ്രോഗ്രാം ആണ്. ബാക്കി എല്ലാ സബ്ജക്ട്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞത് സബ്ജക്ട് സ്പെസിഫിക് എലിജിബിലിറ്റി. ഇപ്പൊ മെയിൻലി നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് എലിജിബിലിറ്റീസ് വരുന്ന കോഴ്സസ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്കണോമിക്സ്, BAP, അതുപോലെ തന്നെ സ്പെസിഫിക് ലാംഗ്വേജസ്, BA ജേർണലിസം, ഹിന്ദി. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 72 പേജ് PDF നമ്മുടെ DU-ന്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അതിൽ പേജ് നമ്പർ 8 തൊട്ട് പേജ് നമ്പർ 13 വരെ നമ്മുടെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ആ ഓരോ പ്രോഗ്രാംസിന്റെയും അണ്ടറിൽ ഇപ്പം BA പൊളിറ്റിക്കൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടുത്തെ സബ്ജക്ട് സ്പെസിഫിക് എലിജിബിലിറ്റീസ് ആയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ സബ്ജക്ട് മാപ്പിംഗ് വരുന്നത്. അപ്പൊ അതൊന്ന് ഇവൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് കൺഫേം ചെയ്തോളാം. അപ്പൊ ഇതാണ് അതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ ഫേമസ് കോളേജസ് ആർട്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദു കോളേജ്, സ്റ്റീഫൻസ്, മിറാൻഡ, LSR ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇത് ഒഫീഷ്യൽ റാങ്കിങ് ആണ്. ഇത് അവിടെ നിൽക്കുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് ബേസിസിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് കുറച്ചും കൂടി ബെറ്റർ ചിലപ്പോൾ ഇതിൽ നമ്മുടെ 4ാമത്തെ ഓപ്ഷനോ 5ാമത്തെ ഓപ്ഷനോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസിസിൽ ചെറിയ ചേഞ്ചസ് നമ്മുടെ റാങ്കിങ്ങിൽ ഉണ്ടാവും കുട്ടികളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ. അപ്പോൾ അത് നിങ്ങൾ അതാത് സബ്ജക്ട്സിൽ എന്റെ സീനിയേഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ DUവിന്റെ ഒഫീഷ്യലി എന്താ പറയുന്ന മൈത്രിയും സർഗ അങ്ങനെയുള്ള മലയാളി അസോസിയേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. DU സ്റ്റുഡൻസ് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ അവരുമായിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് കിട്ടും. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ആണ് എനിക്ക് തോന്നണേ. ഇനിയാണ് ഒരു മെയിൻ ഏരിയ വരുന്നത്, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ. അതാണ് എങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ അഡ്മിഷൻ ഉറപ്പാക്കാം. ഇതല്ല എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്ന ഏരിയ. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് പറയാനുള്ള വെച്ചാൽ DUവിന്റെ എല്ലാ പ്രോസസ്സസും നടക്കുന്നത് CSAS, അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന UGadmissions.UOD.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. അപ്പോ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പറയാം. CSAS UG എന്ന് പറഞ്ഞിട്ട് ഒരു 73 പേജുള്ള ഒരു ബ്രോഷർ DUവിന്റെ സൈറ്റിലുണ്ട്. അതിൽ ഓരോ സ്റ്റേജസ്, ഇപ്പൊ phase 1 ആണെങ്കിലും phase 1 ഓരോ സ്റ്റേജസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു 73 പേജിൽ ഒരു 63 പേജും ഈ പ്രൊസീജിയേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കണ്ടീഷൻസ് ഒക്കെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അവിടെ അതിനൊരു നമ്മൾ വിമുക്തത വിചാരിക്കരുത്. എന്നാൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമ്മുടെ CSASൽ നമുക്ക് 3 ഫേസസ് ആണ് മെയിൻലി വരുന്നത്. അതില് 1ാമത്തെയും 2ാമത്തെയും ഫേസ് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. July 11th ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിൽ നമുക്ക് ആദ്യം phase 1 നോക്കാം, അപ്ലൈങ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അപ്പൊ അതില് ആദ്യം വരുന്നത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു വെബ്സൈറ്റ് പറഞ്ഞു. അപ്പൊ അതിൽ ചെന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും, ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വരും, CUETയുടെ ആപ്ലിക്കേഷൻ നമ്പർ വരും. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾ CUETക്ക് കൊടുത്തിട്ടുള്ള മെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് OTP വരും. ആ OTP കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ഫേസ് ആപ്ലിക്കേഷനിൽ വരിക എന്ന് വെച്ചാൽ, ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഫില്ല് ചെയ്യുക. കാരണം ഇവിടെ മിസ്മാച്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് റിജക്ട് ആയി പോകും. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ കുറെ ഡീറ്റെയിൽസും ഓട്ടോ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ CUET ഫില്ല് ചെയ്തിട്ടുണ്ട്, CUET എഴുതിയതിന്റെ ഇത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ബാക്കി കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സെക്ഷനിലാണ്, ഈ പേഴ്സണൽ സെക്ഷനിൽ തന്നെയാണ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ചോദിക്കുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴും നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിജിറ്റ്സ് തെറ്റാണ്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കാരണം ഇനിയിപ്പോ നിങ്ങൾ DUവിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ക്വിറ്റ് ചെയ്യൂ, ഐ മീൻ മറ്റൊരു ഓപ്ഷൻ കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ റീഫണ്ട് ഒക്കെ വേണ്ടി വന്നാൽ ഈ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിക്കോളാം. പിന്നെ രണ്ടാമത് വരുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അക്കാഡമിക് ഡീറ്റെയിൽസ് വന്നിട്ട് ക്ലാസ് 10th-ന്റെയും 12th-ന്റെയും ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ചാല് ക്ലാസ് 12th അത് നമ്മുടെ കേരള ബോർഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഒരു 200 മാർക്കിന്റെ മാർക്ക് ഷീറ്റ് ആണ് ഓരോ സബ്ജക്ട്സിനും വരുന്നത്. അതായത് +1ഉം +2ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷെ DUവിന് നമുക്ക് +2ന്റെ സ്കോർ മാത്രം മതി. അപ്പൊ അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി.
ഇനി മൂന്നാമത്തെ നാലാമത്തെ സെക്ഷൻ, അതാണ് സ്പോർട്സ് സെക്ഷൻസും ECA സെക്ഷൻസും. ഈ രണ്ട് സെക്ഷൻസും എന്താണ്, ഒരു 1 to 5% ക്വാട്ടയാണ് ഇതിനുള്ളത്. ഇപ്പോ സ്പോർട്സിന് 2% ആണ് ക്വാട്ട ആ കോളേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ECAക്ക് 3% ആയിരിക്കും. ആ ഒരു വേരിയേഷനിൽ ഉണ്ടാവും. ഇതില് സ്പോർട്ട് ക്വാട്ടയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മെറിറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനിയിപ്പോ ECA സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 5 ബെസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്സും May 1, 2023 ശേഷമുള്ളതായിരിക്കണം. അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ഈ 2 കോഴ്സ് ക്രൈറ്റീരിയാസിന് വേണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതാണ് അതിനകത്തുള്ളത്. മെയിൻലി ഇനി അടുത്ത് വരുന്നത് അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ്. അത് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസിനെ നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, അതായത് ക്ലാസ് 10ന്റെ സർട്ടിഫിക്കറ്റ്, 12ന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ആൻഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് മാർച്ച് 31 ശേഷമുള്ളതായിരിക്കണം. ഡേറ്റ്സ് മാറിപ്പോവരുത്. കാരണം റിജക്ഷൻസിന് ഒരു റീസൺ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ഇനി അടുത്തതെന്ന് പറയാം, അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് റീചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇനിയാണ് സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസ് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഓപ്പൺ ആയി കാണും. ഫസ്റ്റ് ഫേസ് ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം എല്ലാവരും മേ ബി ചെയ്തിട്ടുണ്ടാവും, കാരണം കുറച്ച് ദിവസം ആയില്ല ഇത് ഓപ്പൺ ആയിട്ട്. ഇനി സെക്കൻഡ് ഫേസ്. ഈ സെക്കൻഡ് ഫേസ് ജൂലൈ 11 വരെ ഉണ്ടാവും. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമുക്ക് കോളേജ് പ്രിഫറൻസസും നമ്മുടെ കോഴ്സ് പ്രിഫറൻസസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് സബ്ജക്ട് മാപ്പിംഗ് ആണ്. ഇതായിരിക്കും നിങ്ങൾ ഒരുപാട് പേര് തെറ്റിച്ചതായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഏരിയ. അതായത് നമ്മുടെ സബ്ജക്ട് മാപ്പിംഗ് ശരിയായില്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് റിജക്ട് ആയി പോകും ഒബ്വിയസ്ലി. പക്ഷെ നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ കോഴ്സസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എലിജിബിലിറ്റി ഫ്ലെക്സിബിൾ ആണ്. അതായത് അത്രയും ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ട്, ഇപ്പൊ സയൻസ് കോഴ്സസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ സ്പെസിഫിക്കലി സബ്ജക്ട്സ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സബ്ജക്ട്സ് അവരുടെ പ്രോഗ്രാം സ്പെസിഫിക് എലിജിബിലിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതല്ല അവരുടെ സബ്ജക്ട് മാപ്പിംഗ് കൊടുക്കുന്നത് എന്നുണ്ട് അവരുടെ ആപ്ലിക്കേഷൻസ് അല്ല അവിടെ സബ്ജക്ട് മാപ്പിംഗ് ക്രൈറ്റീരിയ തെറ്റിച്ചതായിട്ടേ കാണിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നതില് ഒന്ന് ഹിന്ദിയാണ്. ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു, ഹിന്ദിയിൽ ലിസ്റ്റ് എയില് ഹിന്ദി തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ നിങ്ങൾ +2 മലയാളം പഠിച്ചെന്നോ ഇംഗ്ലീഷ് പഠിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ലാംഗ്വേജിൽ ഹിന്ദി തന്നെ എഴുതിയിട്ടുണ്ടാവണം. നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോഴും ഹിന്ദി തന്നെ കൊടുക്കണം, ഹിന്ദി കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോ ജേർണലിസം ആണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് വേണം, ജേർണലിസത്തിന് ലിസ്റ്റ് എയിൽ നമ്മൾ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോ നമ്മളിപ്പോ എക്സാമിന് മലയാളം എഴുതിയിട്ടുണ്ടെങ്കിലും ഹിന്ദി എഴുതിയിട്ടുണ്ടെങ്കിലും +2 നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിലും ജേർണലിസം കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, സബ്ജക്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ചൂസ് ചെയ്യണം. എക്കണോമിക്സിന് അതുപോലെ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതാണ് മെയിൻലി പറയുന്നത് നമുക്ക് സബ്ജക്ട് മാപ്പിംഗിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട 3 സബ്ജക്ട്സ് ഹ്യൂമാനിറ്റീസിൽ. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്ജക്ട് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുള്ള ഈ സബ്ജക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അല്ലെങ്കിലും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 13 വരെ പേജിലുള്ള ക്രൈറ്റീരിയാസ് നിങ്ങൾ ഉറപ്പുവരുത്തിയാണ് നിങ്ങളുടെ സബ്ജക്ട് മാപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ കൂടി കൺഫേം ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവാം. ഇനി അടുത്തത് പ്രിഫറൻസ് സെലക്ഷൻ ആണ്. അതായത് ഇവിടെ നമുക്ക് നിങ്ങളുടെ പേജിൽ അവൈലബിൾ പ്രിഫറൻസസ് ടാബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാംസും അതിന്റെ കോളേജസും ചേർന്നുള്ള കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു സെർച്ച് ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നോർത്തിലെ കോളേജസ് എന്ന് ഒരു ഫിൽട്ടർ കൊടുക്കാം, അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഓഫർ ചെയ്യുന്ന കോളേജസ് എന്ന്, അല്ലെങ്കിൽ BA ഹിന്ദി ഓഫർ ചെയ്യുന്ന കോളേജസ്, അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പ്രിഫറൻസ് സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഇപ്പൊ ഡെഡ് ലൈൻ വരുന്നത് ജൂലൈ 11 അല്ലേ. അപ്പൊ ഈ ജൂലൈ 11 എന്താണോ ലാസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് കിടക്കുന്നത് അതായിരിക്കും ഓട്ടോമാറ്റിക്കലി ലോക്ക്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഫീസ് കാറ്റഗറീസ് നേരത്തെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓരോ കാറ്റഗറിയുടെ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫീസ് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ വിഡ്രോ ചെയ്താൽ പോലും ഇത്
എന്താ പറയുന്നില്ല, റീഫണ്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡെഡ് ലൈൻസ് ജൂലൈ 11th കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഒരു സിമുലേറ്റഡ് റാങ്ക് പബ്ലിഷ് ചെയ്യും ഡിയു. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ടെൻഡേറ്റീവ് റാങ്ക് പബ്ലിഷ് ആണിത്, റാങ്ക് ആണിത്. അത് നമ്മുടെ ഒരു ട്രയൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ. ഇപ്പൊ ഇത് നിങ്ങളുടെ ഡാഷ്ബോർഡ് കയറിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതില് ജൂലൈ 12th 5 മണിക്കാണ് നമുക്ക് ഈ ഒരു ഡിക്ലറേഷൻ ഡിയുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾക്ക്, അതായത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ ജൂലൈ 13 4:59 വരെ നിങ്ങൾക്ക് ഈ പ്രിഫറൻസ് എഡിറ്റ് ചെയ്യാനും അതിനുശേഷം എന്താ പറയുന്നത് ചെയ്യാനും, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെയും നിങ്ങളത് സേവ് ചെയ്യാൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് നമ്മുടെ തേർഡ് ഫേസ്. ഇതാണ് നമ്മുടെ അഡ്മിഷൻ ഫേസ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ അലോട്ട്മെന്റ്സ് വരുന്ന ഫേസ് ആണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പം ജൂലൈ 16th ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ 25th. അപ്പോ ഈ ഞാനിപ്പോ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു പോവാം. അതായത് ജൂലൈ 16th നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇപ്പൊ സീറ്റ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ബീൻ അലോട്ടഡ് എ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വിഷസ് ആ ഒരു ഇതുണ്ടാവും. ഇനി നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18th ആണ്. ഇതിനു മുന്നേ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻസ് റിജക്ട് ആയി പോവും എന്നുള്ളത്, റിജക്ട് ആയി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡെഡ് ലൈൻസ് മിസ് ചെയ്യുന്ന ഒരു കേസസ് ഉണ്ടാവാതെ നോക്കുക. ഇനി ഇവിടെ കോട്ട ബേസിസിൽ ഇപ്പൊ നമ്മള് കോട്ട സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സീറ്റ് അലോട്ട്മെന്റ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോയാൽ മതി. ഇനി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ 16th അലോട്ട്മെന്റ് വന്നു, 16th നൈറ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആവും. ഇനി അല്ല നമ്മൾ 18th ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഡേറ്റിൽ ചേഞ്ച് വരും. പക്ഷെ എന്തായാലും 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ഈ അലോട്ടഡ് ആയിട്ടുള്ള കോളേജുകാര് നമ്മുടെ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യും. ഈ ടൈമിൽ നിങ്ങൾ ഡാഷ്ബോർഡ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻസിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കോളേജ് ഒരു ക്വറി റൈസ് ചെയ്യും നമ്മുടെ ഡാഷ്ബോർഡിൽ. അപ്പോൾ ഇതിന് നമ്മൾ ടൈംലി ആയിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകും, നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. ഡിയുവിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ലൈൻസ് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെരിഫിക്കേഷൻസും കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കോളേജ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഏത് റിജക്ട് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. റിജക്ട് ഒക്കെ വരുന്നത് വളരെ റയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ടാവും. ഒന്നെങ്കിൽ സബ്ജക്ട് ക്രൈറ്റീരിയ തെറ്റായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മിനിമം എലിജിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ്, അങ്ങനെ കേസസ് ജെനുവിൻ കേസസിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അല്ലാതെ പക്ഷെ അത് അക്സെപ്റ്റ് ആവും. അപ്പൊ അതിനുശേഷം നമ്മൾ ഫീ അടച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കണം. ഈ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ജൂലൈ 21st. അപ്പൊ പേയ്മെന്റ് കൂടി കംപ്ലീറ്റ് ആയാലേ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി വരുന്നത് അപ്ഗ്രേഡ് ആൻഡ് ഫ്രീസ് ആണ്. നമ്മുടെ ഫീ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു അവൈലബിൾ ആവുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഈ ഫ്രീസും അപ്ഗ്രേഡും എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിഫറൻസസ് തന്നെ കിട്ടിയ ആൾക്ക് ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, ഇപ്പൊ അതിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തത് BA ഹിസ്റ്ററി ഇൻ ഹിന്ദു കോളേജ്, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തത് BA പൊളിറ്റിക്കൽ സയൻസ് ഇൻ മിറാൻഡ ഹൗസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് BA ഹിസ്റ്ററി ഹിന്ദു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മുകളിലേക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് നമ്മുടെ ഫീ പേയ്മെന്റ് കഴിയുമ്പോഴാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആവുന്നത്. അപ്പൊ അതില് ഫ്രീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഫ്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് വന്നത് നിങ്ങൾക്ക് ഒരു 5th പ്രിഫറൻസ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് അത് മതി, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് അത് മതി, ഇനി മുകളിലേക്ക് പോണ്ട, ഞാൻ ഇതുകൊണ്ട് ഓക്കെയാണ്, അങ്ങനെ ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ഓപ്ഷൻ കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഹയർ പ്രിഫറൻസ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ഓപ്ഷൻസ് കൊടുക്കണം. ഇപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ഓപ്ഷൻ നമ്മൾ കൊടുത്തു. നമ്മൾ ഇപ്പൊ ഒരു 5th പ്രിഫറൻസ് ഹൻസ്രാജ് കോളേജിലെ ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരുന്നു, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള LSR നമുക്ക് കിട്ടി, ഓക്കെ എന്ന് വിചാരിക്കാം.
അപ്പൊ അങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ LSR കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം വന്ന് നമ്മുടെ ഹൻസ്രാസ് കോളേജിലെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയും അവിടെ നമ്മുടെ പുതിയതിൽ നമ്മൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ എന്ന് പറയുന്നൊരു കേസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എടുക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഇല്ലാണ്ടായി പോകും. ഇനി ഇതിന്റെ ഫീ നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഫീ അടച്ചില്ലേ, ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഫീ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ അടച്ചതൊരു 16,000 രൂപയാണെന്ന് വെച്ചു. നമ്മുടെ അടുത്ത നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന കോളേജിന്റെ ഫീസ് ഈ 16,000 കുറവാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാലറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ആവും. പക്ഷെ അങ്ങനെ അഡ്ജസ്റ്റ് ആവും എന്ന് പറയുമ്പോഴും നിങ്ങളതൊന്ന് കയറി ചെക്ക് ചെയ്യുക, പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ അതോ ഇനി ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ഇതിനേക്കാൾ കൂടുതലാണ്, ഇപ്പൊ 16 നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് നമുക്ക് വന്നത്. ഇനിയിപ്പോ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു 19 അല്ലെങ്കിൽ 18 അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രയാണോ ആ ചേഞ്ച് ഇൻ എമൗണ്ട്, ആ ഡിഫറൻഷ്യൽ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം. അതും ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ. ഇനി ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഫ്രീസും കൊടുത്തില്ല, അപ്ഗ്രേഡും കൊടുത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് അപ്ഗ്രേഡിന് കൺസിഡർ ചെയ്യില്ല. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്, ഇപ്പൊ ഫ്രീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ഫ്രീസ് ചെയ്യാം. വെറുതെ അത് നമ്മൾ മാനുവലി തന്നെ അത് ഫ്രീസ് ചെയ്യാം. അത് നിങ്ങളുടെ ഡിസിഷൻ എന്തായാലും അത് നിങ്ങൾ തന്നെ ചെയ്യുക. അല്ലാണ്ട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതിൽ ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി വിഡ്രോവൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോ DUവിനേക്കാൾ ബെറ്റർ ഒരു ഓപ്ഷൻ കിട്ടി, അല്ലെങ്കിൽ അബ്രോഡ് പോവാണ്, JNU കിട്ടി പോവാണ്, ഇങ്ങനെയൊക്കെ ഒരു കേസിൽ വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ നമ്മൾ ഇപ്പൊ ഫീസ് ഒക്കെ പേ ചെയ്യുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഫീ പേയ്മെന്റ് നടത്തി എല്ലാം ചെയ്ത് അവിടെ തന്നെ നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ടാവും. അതില് നമ്മളൊരു വിഡ്രോവൽ എടുത്തിട്ട് ഒരു 1,000 റുപ്പീസ് വിഡ്രോവൽ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഴ്സ് വിഡ്രോ ചെയ്തു എന്നാണ് നമ്മുടെ അർത്ഥം. ആ സീറ്റ് വേക്കന്റ് ആവും. പക്ഷെ പിന്നെ നമുക്ക് ഈ അലോക്കേഷൻ പ്രോസസ്സിലേക്ക് തിരിച്ച് റീജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. ഇനിയിപ്പോ നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടി, നമുക്ക് അവിടെ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ അവിടെ ഒരു നമ്മുടെ റെഗുലർ ക്വാർട്ടേഴ്സിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വരുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷൻ വന്നിട്ട് നമ്മുടെ ഓൾറെഡി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തിട്ടുള്ളവർക്കാണ്. അതായത് ഇപ്പം DUവിന്റെ ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ DU ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ സ്പോട്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ ഓപ്ഷൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ അപ്ഗ്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സീറ്റ് വേക്കൻസി ആദ്യം പബ്ലിഷ് ചെയ്യും. അതും കഴിഞ്ഞിട്ട് സ്പോട്ടിന്റെ റിസൾട്ട്. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. അതായത് ആദ്യം നമുക്ക് സ്പോട്ട് ആപ്ലിക്കേഷൻ വിളിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നമ്മുടെ ഓപ്ഷൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് തരും. അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നായിരിക്കും സ്പോട്ടിന്റെ റിസൾട്ട്. ഇനി യൂഷ്വലി DUവിന് മൾട്ടിപ്പിൾ സ്പോട്ട് നടക്കാറുണ്ട്. അതായത് എന്താണ്, വേക്കൻസി തീരുന്നവരെ കോഴ്സസിനെ ബേസ് ചെയ്തിരിക്കും. ആ ഓരോ റൗണ്ടിലും അപ്ലൈ ചെയ്യുന്നവർ ഇപ്പൊ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്തവണ 186 ആയതുകൊണ്ട് അടുത്ത തവണ ആ ഒരു റേഞ്ചിലുള്ള കുറച്ചുകൂടെ താഴ്ന്നൊരു സ്കോറേ ഉണ്ടാവുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതാത് സ്പോട്ടിൽ അപ്ലൈ ചെയ്യുന്നവരില് വെച്ചാണ് കൺസിഡർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കോർ കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അപ്ലൈ ചെയ്യാം സ്പോട്ടിന്. ഇനി നിങ്ങൾക്ക് സ്പോട്ട് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകും. അപ്പം DUവില് നമ്മുടെ ഡെഡ് ലൈൻസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ്സ് ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ അഡ്മിഷൻസിന്റെ പ്രൊസീജിയേഴ്സ് കഴിയുന്നത് വരെ നമ്മൾ DUവിന്റെ സൈറ്റിലായാലും നമ്മുടെ ഡാഷ്ബോർഡ് ആയാലും ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്യുക, വിജിലന്റ് ആയിരിക്കാം. ഓക്കെ, ഇതാണ് അഡ്മിഷൻ. ഇനി എന്താ ഓക്കെ. അപ്പൊ അഡ്മിഷനും ഒക്കെ കിട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ ലൈഫ് എന്നുള്ളത് നോക്കണം അല്ലെ. എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് DU പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട അവിടെ വരെ പോകണ്ടല്ലോ അല്ലെ.
അപ്പൊ അതിൽ ആദ്യം വരുന്ന ലൈബ്രറീസ് ആണ്. ഡിയുവിന് ഡിജിറ്റൽ ലൈബ്രറീസും ഉണ്ട്, അല്ലാണ്ട് തന്നെ ഓരോ കോളേജസിനും കോളേജ് ലൈബ്രറീസ് ഉണ്ടാവും. കോളേജ് ലൈബ്രറീസ് ഉണ്ട്. പിന്നെ അടുത്ത ഹോസ്റ്റൽ. ഇതാണ് ഡിയുവിന്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഡിയിൽ ഹോസ്റ്റൽ സീറ്റ് വളരെയധികം കുറവാണ്. അതായത് ഇപ്പൊ ഒരു കോളേജിൽ ഒരു കോഴ്സിന് 3-4 സീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾ യൂഷ്വലി PGസിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഒക്കെ എടുത്താണ് നിൽക്കാറ്. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. ബട്ട് ഹോസ്റ്റൽ ഇൻ ദാറ്റ് കേസ് കുറവാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽസ് ഉണ്ട്, UGH പോലെയുള്ള UGH അണ്ടർ ഗ്രാജുവേറ്റ് ഹോസ്റ്റൽ ഫോർ വിമൺ എന്ന് പറഞ്ഞിട്ട്, ഹോസ്റ്റൽ ഫോർ ഗേൾസ്. അപ്പൊ ഇവിടെ അത് മുഖർജി നഗറിലാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങളുടെ കോളേജിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ബസ് ഉണ്ട് നോർത്ത് ക്യാമ്പസിലേക്ക്. ഓരോ അരമണിക്കൂർ ഇടപെട്ടും ആ ബസ് ഉണ്ട്. അതാണ് ഹോസ്റ്റൽ. ഇനി അക്കാഡമിക്സ് ആണ് ഡിയുവിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടുത്തെ ഒരു എക്സ്പോഷർ, അതായത് ഇപ്പൊ ഓരോ വിഷയങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോളജ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീർ ഇഷ്യൂ ഒക്കെ എടുക്കാം. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ജമ്മു കാശ്മീരിന്റെ ആളുകൾ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ഇതാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഇതിന് വേറെ പേഴ്സ്പെക്ടീവ്സ് ഉണ്ട്. ഇപ്പൊ ഒരു മറ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്. ഇനി അതല്ല, ഇവിടെ തന്നെ അവിടെ തന്നെ ജീവിക്കുന്നവർക്ക്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് എങ്ങനെയാണ് അവര് തന്നെ പറയും, ഓക്കെ അവരുടെ കാഴ്ചപ്പാടിൽ ജമ്മു ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതല്ല ജമ്മു, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോളജ്, സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് പേഴ്സ്പെക്ടീവ്സ് മനസ്സിലാക്കാനും അവരുടെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഒരു നോർമൽ ക്ലാസ് അല്ലാണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെമിനാർസും പിന്നെ സബ്ജക്ട് റെലവെന്റും അല്ലാണ്ട് ആ സമയത്തെ സൊസൈറ്റിയിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സിൽ വർക്ക്ഷോപ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്റേൺഷിപ്സ് ആയിട്ടും അതുപോലെ തന്നെ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടും. അപ്പൊ അക്കാഡമിക് എക്സ്പോഷറിന് ഡിയിൽ ഒരു കോംപ്രമൈസും പറയാനില്ല. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ UGയിലെ NSS, NCC, പിന്നെ സൊസൈറ്റീസ്, ഡാൻസ് ക്ലബ്ബ്, ഡ്രാമ ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് ക്ലബ്ബ് ഉണ്ട്. ആൻഡ് പിന്നെ എന്താ പറയാ, ഇതിന്റെ ഒക്കെ പാർട്ടായിട്ട് ഈ സൊസൈറ്റീസും ഈ ക്ലബ്ബും ഒക്കെ ഇന്റർ കോളേജസ് കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ കോളേജിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്താറുണ്ട്. കോളേജ് ഫെസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ്, സൊസൈറ്റി ഫെസ്റ്റ്, ഇങ്ങനെ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഡിയുവിലൊരു ഉത്സവം തന്നെയാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഡിയുവിന്റെ കോളേജ് ലൈഫ്, ഡിയുവിൽ ഏറ്റവും കൂടുതൽ കോളേജ് ലൈഫ് കിട്ടുന്ന UG നമ്മൾ ചെയ്യുന്ന സമയത്താണ്. സോ അതും അടിപൊളിയായിരിക്കും. പിന്നെ വരുന്നത് പ്ലേസ്മെന്റ്. അത് നിങ്ങൾക്ക് ഒരു കോളേജിനെ അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന പ്ലേസ്മെന്റ് സെൽസ് ഏത് കോളേജിലാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റീഫൻസും LSRും ഹിന്ദു ഒക്കെയാണ്. പക്ഷെ ഒരുവിധ എല്ലാ കോളേജിലും പ്ലേസ്മെന്റ് സെൽസ് ഉണ്ട്. പിന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് ഡിയുവിന്റെ സെൻട്രൽ പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കിട്ടും. ഇത്രയാണ് എന്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ ഓർത്തു വെച്ചത്. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. അത് ഞാനും എന്റെ കഴിവിന്റെ പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സാർ? ഓക്കെ താങ്ക് യു. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിന് ഷിഫാന നമ്മോടൊപ്പം ഉണ്ട്. മാം സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു സെഷനിലോട്ട് പോവാം. മാം കുറച്ച് കാര്യങ്ങൾ കൂടി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലൊക്കെ പറയും. ഷിഫാന പ്ലീസ് ഗോ ഹെഡ്. കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷിഫാന. ഞാനിപ്പോൾ നിലവിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc മാത്സ് ഓണേഴ്സ് ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്തു ഈ ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ ഈ ഒരു സെഷനിൽ ഓൾമോസ്റ്റ് അജിത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അഡ്മിഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ടോപ്പിക്ക് ഞാൻ ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പ്യുവർലി സയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇനി അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്താലും ചോദിച്ചാൽ മതി. ഇതിൽ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത്, കാരണം ഇത് നമ്മൾ എത്ര തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓറിയന്റേഷനിൽ സംസാരിച്ചാലും തെറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ OBC സർട്ടിഫിക്കറ്റിൽ വരുന്ന ഡേറ്റ്. അത് DUവിന്റെ സൈറ്റിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. April 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവിടെ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അത് എന്താക്കാൻ ശ്രമിക്കുക, ആ ഡേറ്റ് കൃത്യമായിട്ടുള്ളത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം July 11 വരെ എന്തുണ്ട്, phase 1 phase 2 ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതോടെ തന്നെ അതുവരെ ഒരു അപ്ലൈ ചെയ്തിട്ട് OBC സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാനുള്ള സമയമുണ്ട്. മാക്സിമം അത് മാത്രം വെക്കുക. മുമ്പത്തെ സർട്ടിഫിക്കറ്റ്, അതായത് ഈവൻ 2026 സ്റ്റാർട്ടിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും അത് സബ്മിറ്റ് ചെയ്യാണ്ടിരിക്കുക. മറിച്ച് April 1, 2026 മാത്രം വെക്കാൻ നോക്കുക. കാരണം ഇതാണ് റിജക്ഷൻ വരാനുള്ള ഒരു കാരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് മാപ്പിങ്ങിലുള്ള വിഷയമാണ് അതിൽ വരിക. അതിൽ തന്നെ നമ്മൾ +2 ഏത് സബ്ജക്റ്റ് ആണോ പഠിച്ചത്, അതായത് +2 ഒരു സയൻസ് പഠിച്ച ഒരാള് ഡിഗ്രിക്ക് ആർട്സിന് പോകണം എന്നുണ്ടെങ്കിൽ പോലും CUET അവർ എഴുതേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ +2 പഠിച്ച സബ്ജക്ട് തന്നെയാണ്. കാരണം സയൻസ് എടുത്ത ആൾക്കാർക്ക് ഏത് മേഖലയിലേക്ക് പോവാന്നുള്ളത് അറിയാലോ. അപ്പോ ഞാൻ ആർട്സ് സബ്ജക്റ്റിലേക്കാണ് പോകേണ്ടി എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഹിസ്റ്ററിക്കാ പോകേണ്ടത്, ഞാൻ +2 സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എക്സാം എഴുതേണ്ടത് സയൻസ് സബ്ജക്ട് തന്നെയാണ്. അപ്പൊ അവിടെ മാപ്പിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ് ആണ്. കാരണം പൊതുവെ എന്താക്കും, ഹിസ്റ്ററിക്ക് പോകേണ്ട ആൾക്കാർ ഞാൻ സയൻസ് എടുത്ത ഒരാള് CUETക്ക് ഹിസ്റ്ററി എഴുതും. പക്ഷെ അതല്ല എലിജിബിലിറ്റി. നമ്മൾ സയൻസ് സബ്ജക്ട് കൊണ്ട് നമുക്ക് DUവിലുള്ള എല്ലാ കോഴ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ബേസിക് ആയിട്ട് സയൻസിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ DUവില് പ്രൊവൈഡ് ചെയ്യും ഏകദേശം 30+, അതായത് 30-ൽ പരം എന്തുണ്ട് സയൻസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മീൻസ് പ്യൂർലി സബ്ജക്ട് ബേസ്ഡ്, അതായത് ഒറ്റ മേജർ ആയിട്ട് ഒരു സബ്ജക്ട് മാത്രം വരുന്ന കോഴ്സുകൾ ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ മേജർ ആയിട്ട് ഒരു കോഴ്സ് വരുന്ന ഇപ്പൊ BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി അങ്ങനെ വരുന്നതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഫിസിക്കൽ സയൻസ് വിത്ത് കെമിസ്ട്രി, ഫിസിക്കൽ സയൻസ് വിത്ത് CS, അങ്ങനെ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ കമ്പൈൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനും കൂടെ DUവിലുണ്ട്. മൂന്ന് സബ്ജക്ട് നമുക്ക് മേജർ ആയിരുന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ അതിൽ നമ്മൾ 4 ഇയർ ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ, ഇപ്പൊ ഫിസിക്കൽ സയൻസ് വിത്ത് കെമിസ്ട്രി എടുത്ത ഒരാള് 4th ഇയറിലാണ് ചൂസ് ചെയ്യേണ്ടത് എനിക്ക് ഏത് സബ്ജക്റ്റിലേക്കാണ് സ്പെസിഫിക് ആയിട്ട് പോകേണ്ടിയിരുന്നത്. 4th ഇയറിൽ ആ കുട്ടി ഫിസിക്സ് ചൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഫിസിക്സിന്റെ ഹോണേഴ്സ് ഏക്കരം കിട്ടാം. അപ്പൊ അങ്ങനെ 4th ഇയറിലാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ 4th ഇയർ നിർത്തിയിട്ട് പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ PGക്ക് ആയിക്കോട്ടെ ആ 3 സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റിൽ PGക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതോടൊപ്പം DUവില് സയൻസ് സബ്ജക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മലയാളികൾ എത്തിപ്പെടാൻ കുറവുള്ള ഒരു കോഴ്സാണ് ബയോമെഡിക്കൽ സയൻസ് എന്നുള്ള ഒരു കോഴ്സ്. ബാക്കിയുള്ള BSc ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും, DU അല്ലാത്ത പല യൂണിവേഴ്സിറ്റിയിലും എന്താണ് അവൈലബിൾ ആണ്. പക്ഷെ ഈ ബയോമെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ കുറഞ്ഞ യൂണിവേഴ്സിറ്റീസുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോഴ്സാണ്. അപ്പൊ അതില് DU ആണ് ടോപ്പ് മോസ്റ്റ് വരുന്നത്. അതിൽ DUവില് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 3 കോളേജുകളാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ആചാര്യ നരേന്ദ്രദേവ് കോളേജ്, ഞാൻ പഠിച്ചൊരു കോളേജ്. പിന്നെ ഭാസ്കരാചാര്യ കോളേജ്, പിന്നെ ഷെയ്ദ് രാജ്ഗുരു. അതില് ഷെയ്ദ് രാജ്ഗുരു എന്താണ് വിമൻസ് കോളേജ് ആണ്. അതിൽ വിമൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആചാര്യയിലായാലും ഭാസ്കരാചാര്യയിലായാലും ഉണ്ടാവാ ബോത്ത് കോമൺ ആയിട്ടുള്ള കോളേജാണ്. അപ്പൊ പൊതുവെ നമ്മളെ നാട്ടിൽ ഇപ്പൊ റിപ്പീറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ BSc സുവോളജി അല്ലെങ്കിൽ BSc ബോട്ടണി മാത്രം അറിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ അവർക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു റിഗ്രറ്റ് ഒക്കെ ഒരു പക്ഷേ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താകാൻ പറ്റും, മാറ്റാൻ പറ്റും. കാരണം ഇത് പറഞ്ഞാല് മെഡിക്കൽ ഫീൽഡിൽ, നമ്മൾ മെഡിക്കൽ ഫീൽഡ് അത് പ്രാക്ടിക്കൽ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പ്യൂർലി റിസർച്ച് ബേസ് ചെയ്തിട്ട് വരുന്ന കോളേജ് ആണ്. അതോടൊപ്പം ഇതിൽ തന്നെ ആചാര്യ നരേന്ദ്രദേവ് കോളേജ് ആണ് ഈ ഒരു കോഴ്സിന് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മളെ ഫാക്കൽറ്റീസ് ആണ് ഈ കോഴ്സിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഫാക്കൽറ്റീസ് ഞങ്ങളുടെ കോളേജിലാണ്. കാരണം ഞങ്ങളുടെ കോളേജിലാണ് പ്രോപ്പർ ആയിട്ട് അതിനുള്ള ഫാക്കൽറ്റീസും അവർക്ക് ലാബും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ കോളേജിലാണ്. അപ്പൊ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ് ടോപ്പ് മോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ DU ഈ എയിംസ് പോലെയുള്ള കോളേജുകൾക്ക്, എയിംസ് പോലെയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് നമ്മൾ കുട്ടികൾ എന്താകുന്നുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് പ്ലേസ്ഡ് ആവുന്നുണ്ട്. എന്റെ ഒരു സീനിയർ ഇപ്പൊ BMS കഴിഞ്ഞ് UG കഴിഞ്ഞ് ഇപ്പൊ PG ഇവിടെ എയിംസിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ഈ ഒരു കോഴ്സ് പൊതുവെ മലയാളികൾ അറിയപ്പെടല്
ഡിയുയിൽ എത്തിയതിന്റെ ശേഷം, അതായത് ബോട്ടണിയോ സുവോളജിയോ അങ്ങനെ ഏതെങ്കിലും എടുത്തതിന്റെ ശേഷമാണ് ഇത് അറിയപ്പെടല്. അപ്പൊ മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സുവോളജിയും ബോട്ടണിയും എല്ലാം ഇഷ്ടമുള്ള ഒരാൾക്ക് എന്താ മാത്സ് ഇഷ്ടപ്പെടാത്ത, അങ്ങനെ ഇതിന് മാത്സിന്റെ ആവശ്യമില്ല, മാത്സ് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാം. പിന്നെ മെയിനായിട്ട് ഞാൻ അഡ്മിഷന്റെ ഒരു കാര്യങ്ങൾക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതെന്തായാലും 30 സംസാരിച്ചിരിക്കാനായിട്ട് കിടക്കുന്നില്ല. മെയിനായിട്ട് സയൻസിന്റെ എല്ലാ കോഴ്സിനും പ്രയോറിറ്റി, ഐ മീൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി. അതായത് സുവോളജി എടുക്കുന്ന ആൾക്കാർക്ക് മാത്സ് കമ്പൽസറി അല്ല, അല്ലെങ്കിൽ ബയോളജി അറ്റൻഡ് ചെയ്യണം. അതാണ് പൊതുവേ ഉള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ഒരു 3 സബ്ജക്ട് എഴുതൽ നിർബന്ധമാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു BSc ഹോണേഴ്സ് ഫിസിക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BSc ഓണേഴ്സ് കെമിസ്ട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ CUET കെമിസ്ട്രി മാത്രം എഴുതിയാൽ പോരാ, മറിച്ച് ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം. ഫിസിക്സ് ആണ് എന്നുണ്ടെങ്കിൽ മാത്സ് കമ്പൽസറി ആണ്, കെമിസ്ട്രിക്കും മാത്സ് കമ്പൽസറി ആണ്. ഇപ്പൊ ബോട്ടണിയോ സുവോളജിയോ ആണെന്നുണ്ടെങ്കിൽ മാത്സിന്റെ പകരം എന്ത് എഴുതിയാൽ മതി, ബയോളജി എഴുതിയാൽ മതി. അപ്പോ മാത്സ് മെജോറിറ്റി ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഫിസിക്കൽ സയൻസ് വിത്ത് കെമിസ്ട്രി അങ്ങനത്തെ പറഞ്ഞ കോഴ്സിനൊക്കെ എന്താണ് മാത്സ് കമ്പൽസറി ആണ്. പക്ഷെ അതിൽ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബേസിക് ആയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഓക്കെ ആയിട്ടുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ഫിസിക്സ് എടുക്കുന്ന ഒരാൾ ഫിസിക്സ് മാത്രം എക്സാം എഴുതിയത് കൊണ്ട് എന്താവില്ല, അതിൽ എലിജിബിലിറ്റി മീറ്റ് ആവില്ല എന്നതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ സയൻസിന്റെ ഒരു ടോപ്പ് റാങ്ക് പറയുന്നത് നമ്മൾ ഈ ആർട്സിനെ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ക്യാമ്പസിലുള്ള മെജോറിറ്റി ഓഫ് കോളേജുകൾ തന്നെയാണ്, ഐ മീൻ ആർട്ട് സബ്ജക്റ്റിനും, ഐ മീൻ സയൻസ് സബ്ജക്റ്റിനും ടോപ്പ് ആയിട്ടുള്ളത്. അതായത് ഹിന്ദു കോളേജ്, പിന്നെ സെന്റ് സ്റ്റീഫണ്, മിറാണ്ട, ഹൻസിരാജ്, രാംജാസ്, ഇതൊക്കെയാണ് ടോപ്പ് 5 വരുന്നുള്ള സയൻസ്, ഐ മീൻ കോളേജുകൾ എന്ന് പറയുന്നത്. DUല് ചില കോളേജിൽ സയൻസ് കോഴ്സസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ആർട്സ് സബ്ജക്ട്സ് ഉണ്ടാവില്ല. എന്റെ കോളേജിൽ എന്ത് മാത്രമേ ഉള്ളൂ, സയൻസ് സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. അതായത് ആർട്സ് ആയിട്ട് വേറൊരു സബ്ജക്റ്റും ഇല്ല. അതുപോലെ തന്നെ രാമാനുജൻ കോളേജില്, പിന്നെ ഈ പറഞ്ഞ ഭാസ്കരാചാര്യ, ഞാൻ BMHന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഭാസ്കരാചാര്യ കോളേജിൽ, ഇവിടെ ഒന്നും എന്തില്ല, ആർട്സ് സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി സയൻസ് സബ്ജക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമ്മൾ സയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കോളേജ് അറ്റ്മോസ്ഫിയറും പ്യുവർലി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ലാബ് കാര്യങ്ങൾക്കൊക്കെ ഫെസിലിറ്റീസ് ഒന്നും കൂടെ കൂടുതലാകും. ബാക്കിയുള്ള ആർട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റിസർച്ച് സെല്ലുകൾ ആയിക്കോട്ടെ, പ്രോപ്പർ ആയിട്ട് സയൻസ് ഓറിയന്റഡ് കാര്യങ്ങൾ റിസർച്ച് സെല്ലുകൾ അത്ര തന്നെ പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആണ്. പിന്നെ പ്ലേസ്മെന്റ് സെല്ലുകൾ, സയൻസ് ഓറിയന്റഡ് പ്ലേസ്മെന്റ് സെല്ലുകൾ വർക്കിംഗ് ആണ്. അപ്പോ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഈ ലാബിലൊക്കെയാണ് പൊതുവെ നമുക്ക് എന്തുണ്ടാവില്ല, ഫാക്കൽറ്റീസിനെ കിട്ടുന്നതിൽ അത്ര തന്നെ പ്ലസ് പോയിന്റ് ആയിട്ട് പ്യൂർലി സയൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാവാറ്. പിന്നെ കോളേജ് അങ്ങനെയാണ്, നമ്മൾ സയൻസ് കോളേജിൽ ടോപ്പ് 10 എന്തുണ്ട്, ആചാര്യ നരേന്ദ്രദേവ് കോളേജ് ഉണ്ട്. അപ്പൊ പ്യൂർലി സയൻസ് നോക്കുന്ന ആൾക്കാർക്ക് എന്താണ് എന്റെ കോളേജ് എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ലാബ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് തന്നെയാണ് DUല് വരുന്നത്. അതിന് മുമ്പ് എന്റെ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞ പോലെ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഐ മീൻ സീറ്റ് കിട്ടിയാലും എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷന്, അതായത് നമുക്ക് ആ സീറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ പോലും സീറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്താവും, അതിൽ നിന്ന് റിജക്ട് ആയിട്ട് പോകും. അപ്പൊ നിലവിൽ ഫേസ് 1, ഫേസ് 2 ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ അലോട്ട്മെന്റുകൾ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡാഷ്ബോർഡുകൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് നോക്കുക. എന്തെങ്കിലും ക്വയറീസ്, ഏതെങ്കിലും കാര്യങ്ങൾ കോളേജിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്നോ എന്താണെന്ന് വെച്ചാൽ അത് ക്വയറീസ് ഇടയ്ക്കിടയ്ക്ക്, ഐ മീൻ ഫീ പേയ്മെന്റ് ഡൺ ആയി എന്നുള്ള ഒരു പോയിന്റ് വരുന്നത് വരെ ഡാഷ്ബോർഡ് എന്താവണം, ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെയാണ് ഐ മീൻ എനിക്ക് പറയാനുള്ളത്. കാരണം ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. ഐ മീൻ ഡൽഹിയിലത്തെ ലൈഫോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ കൈൻഡ് ഓഫ് കാര്യങ്ങൾ തന്നെയാണ്, ഐ മീൻ സെയിം തന്നെയാണ്. നമുക്ക് പൊതുവെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്യാമ്പസ് ലൈഫിനേക്കാൾ ഞങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക ഡൽഹി ലൈഫ് ആകും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം രാജ്യ തലസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ മറ്റു യൂണിവേഴ്സിറ്റികൾ, ഐ മീൻ ജാമ്യ ആയിക്കോട്ടെ, JNU ആയിക്കോട്ടെ, പിന്നെ IIT ഡൽഹി, അതുപോലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഒരു അക്കാഡമിക് എക്സ്പോഷർ പോലും ഐ മീൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്ത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ
ഡിയുവിൽ പഠിക്കുന്ന സമയത്ത് JNUവിലും അതുപോലെ തന്നെ ജാമ്യയിലും IITയിലും ഒക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഡൽഹിയിലായതുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എനിക്ക് അത് അവിടെ ഓഫ്ലൈൻ ആയിട്ട് പോകാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഡൽഹിയിൽ അവൈലബിൾ ആയതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഡൽഹിയിൽ പഠിക്കുന്ന തലസ്ഥാനത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അക്കാഡമിക്കലി ഉള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഇങ്ങനെ ത്രൂ ഇന്റേൺഷിപ്സ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസ് ഡൽഹിയിൽ നമ്മളെ കോളേജിൽ നടക്കും. ഈ കോളേജിൽ അല്ലാണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നടക്കും. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഡൽഹിയിലായതുകൊണ്ട് തന്നെ. പിന്നെ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞ ഡൽഹി ഒരു ഡിമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ടൊന്നും ഇപ്പൊ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ മറ്റു യൂണിവേഴ്സിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പൊതുവെ പാരന്റ്സിന് ഉണ്ടാവുന്നത് അവിടുത്തെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പറയുമ്പോഴാണ്. ഡിയുവില് നോർത്ത് ക്യാമ്പസിലാണ് മെയിൻലി എന്തുള്ളൂ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉള്ളൂ. ഡിയു സൗത്ത് നോർത്ത് അങ്ങനെയാണല്ലോ, അതൊക്കെ ബേസിക് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അതില് നോർത്ത് ക്യാമ്പസിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും എന്തുള്ളൂ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉള്ളൂ. ഈ സൗത്തിലേക്ക് വരുന്ന സമയത്ത് എന്തില്ല, പ്രോപ്പറായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ മലയാളികൾ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളൊക്കെ പുറത്ത് ഫ്ലാറ്റ് എടുത്ത് നിൽക്കുകയാണ്. ഹോസ്റ്റൽ കിട്ടാൻ തന്നെ എന്താണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എൻക്വയറി ചെയ്യേണ്ട സിറ്റുവേഷൻസ് പൊതുവെ ഇല്ല. പക്ഷെ മറ്റ് ജാമ്യ JNU ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അവിടെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കൊന്നും കൂടെ പ്രശ്നമാണ് ഈ ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് സയൻസ് കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ ആണ്. അതായത് ഇപ്പോ എല്ലാവർക്കും അപ്ലിക്കേഷന്റെ ഫീ എന്ന് പറയുന്നത് കോമൺ ആണ്. 250, പിന്നെ 100 SC/ST ആണെങ്കിൽ 100, ആ റേഞ്ച് തന്നെ ആകും. ഇപ്പൊ കോമൺ ആണ്. എത്ര സബ്ജക്ട് നമ്മൾ മൾട്ടിപ്പിൾ ആക്കിയിട്ട് സബ്ജക്ട് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്കൊരു എമൗണ്ട് പെർട്ടിക്കുലറി കൂടും. പക്ഷെ അതിലിപ്പോ സയൻസ് ആയാലും ആർട്സ് ആയാലും സെയിം തന്നെയാണ്. ഇനി നമുക്ക് കോഴ്സ് ഫീ ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി ആർട്സിനേക്കാൾ കൂടുതലാണ് സയൻസിന് ഉണ്ടാവുക. ഇപ്പൊ എന്റെ കോഴ്സിന് ഞാൻ അതും കോളേജ് അനുസരിച്ച് മാറും. ഇപ്പൊ ഹിന്ദു കോളേജിലൊക്കെ ഇപ്പൊ സയൻസ് കോഴ്സിന് എന്തായാലും ഒരു എബവ് 20 എന്തായാലും കോഴ്സ് അനുസരിച്ച് മാറും. കാരണം പ്രാക്ടിക്കൽസ് ഉള്ള ലാബ് യൂസ് ചെയ്യുന്ന കോളേജിന് ഉണ്ടാവും കോഴ്സിന് കമ്പാരിറ്റീവ്ലി എന്ത് കൂടും, ഫീ കൂടും. ഇപ്പൊ എനിക്ക് അത്ര തന്നെ ലാബില്ല. പക്ഷെ എന്റെ കോളേജിലും കമ്പാരിറ്റീവ്ലി ഫീ കുറവാണ്, കോഴ്സ് ഫീ കുറവാണ്. നമുക്ക് മാക്സിമം എല്ലാ കോഴ്സും, അതായത് ഏറ്റവും കൂടുതൽ ഫീ വരുന്ന കോഴ്സ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അവർക്ക് തന്നെ ഞങ്ങൾ കോളേജിൽ വരുന്നത് മാക്സിമം 25 ഒക്കെയാണ് ഒരു ഇയറിൽ വരുന്നത്. ഇവിടെ സെമസ്റ്റർ ഫീ അല്ല, ഒരു ഇയറിൽ ആണ് നമുക്ക് ഫീ വരുന്നത്. പിന്നെ നമുക്ക് കോളേജിൽ വേറെ ഫീ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഫീ വരിക, നമുക്ക് എക്സാമിനാണ് ഫീ വരിക. അതിലും സയൻസുകാർക്ക് ഉണ്ടാവും പൈസ കൂടും. ലാബ് ഉണ്ടായതുകൊണ്ട് തന്നെ സയൻസുകാർക്ക് ഉണ്ടാവും കമ്പാരിറ്റീവ്ലി ആർട്സുകാരെക്കാൾ പ്രാക്ടിക്കൽസ് ഉള്ളത് കൊണ്ട് കൂടും. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഫീന്റെ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടണി സുവോളജി ഇവർക്കാണ്, CS കഴിഞ്ഞാൽ പിന്നെ ബോട്ടണി സുവോളജിക്കാർക്കാണ് ഫീ കൂടുക. അതിൽ ഇന്ത്യ കോളേജ് റേഞ്ച് മാത്രമേ സംസാരിക്കാം. ബാക്കി ഹിന്ദു കോളേജൊക്കെ എബവ് 20 വരുന്നത്. ഞങ്ങളെ കോളേജിൽ ഒരു 14 to 50, 60 റേഞ്ചിലാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന നിലക്ക്, ഫോർത്ത് ഇയർ എന്ന നിലക്ക് എന്താണ് പേയ്മെന്റ് വരുന്നത്, കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഓരോ സെമ്മിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന ഒരാള് എന്താകും, ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഫീ പേയ്മെന്റിന്റെ ഓപ്ഷൻ ഓപ്പൺ ആകും. അപ്പോ ആ സമയത്ത് ആ ഇയർക്കുള്ള ഫീ അടക്കാം. പിന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഒക്കെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഫസ്റ്റത്തെ സെമസ്റ്ററിൽ തന്നെ ഉണ്ടാകും ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ഗ്രാജുവലി ഇയർ നമ്മൾ കൂടുന്ന അനുസരിച്ച് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഞാൻ ഫസ്റ്റ് ഇയറിൽ 8000 രൂപയാണ് എന്റെ കോഴ്സിന് അടച്ചതിന്. പക്ഷെ ലാസ്റ്റ് ഇയറിൽ ആവുന്ന സമയത്ത് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത് 15 ആണ്. അത് ഡിഫറെന്റ് ആണ് എക്സാം കോഴ്സ് അനുസരിച്ച്. അത് തന്നെ ഞാൻ പറഞ്ഞില്ല, സയൻസിനാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സയൻസ് ബേസ് ചെയ്തിട്ട് പെർട്ടിക്കുലർ സബ്ജക്ട് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ കട്ട് ഓഫ് കാര്യങ്ങൾക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓരോ കോളേജിനും ഓരോ കട്ട് ഓഫ് ആണ്. നോർത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജുകൾക്ക് അത്ര തന്നെ കട്ട് ഓഫ് കൂടും. സൗത്ത് ക്യാമ്പസിലാകുന്ന സമയത്ത് ഇതിപ്പോ LSRലൊക്കെയാണ് നല്ല കട്ട് ഓഫ് വരുന്നത്. ബാക്കിയുള്ള കോളേജിലൊക്കെ കട്ട് ഓഫ് എന്താണ് നോർത്ത് ക്യാമ്പസിൽ അത്ര എന്തായാലും വരില്ല. പിന്നെ ഇത് ലാസ്റ്റ് ഇയർത്തെ കട്ട് ഓഫ് ആണ്. നമുക്ക് ഇതന്നെ ആകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഓരോ ഇയറിലും എക്സാമിന്റെ പാറ്റേണും കുട്ടികൾ അത് സ്കോർ ചെയ്യുന്നതും വെച്ചിട്ടാണ് നമുക്ക് കട്ട് ഓഫ് വരിക. അപ്പൊ ലാസ്റ്റ് ഇയറിൽ ഇതാണ് എന്നത് മാത്രം പറയാം. ഞാൻ രണ്ട് മൂന്ന് സബ്ജക്റ്റിന്റെ എന്ത് ചെയ്യാം കട്ട് ഓഫ് ഞാൻ വായിക്കാം. ബാക്കിയുള്ള കട്ട് ഓഫുകളൊക്കെ ഡിയുവിന്റെ സൈറ്റിൽ ലാസ്റ്റ് ഇയർത്തെ കട്ട് ഓഫുകൾ എന്തായാലും ഡിയുവിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് കയറി നോക്കിയാൽ ലാസ്റ്റ് ഇയർത്തെ സൈറ്റ് ഇത് മനസ്സിലാവും. പക്ഷെ ഈ ഒരു മാർക്ക് വെച്ചിട്ട് എന്താക്കണ്ട,
അപ്പൊ ഈ ഒരു കട്ട് ഓഫിന്റെ താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഞാൻ പ്രിഫറൻസ് ലിസ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മളെ മാർക്ക് ഇനിയിപ്പോ കുറവാണെങ്കിൽ പോലും പ്രിഫറൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് നല്ല ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് തന്നെ ഹയർ പ്രിഫറൻസിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ചൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. കാരണം നമ്മളെ മാർക്ക് എവിടെയാണോ ആപ്റ്റ് ആയിട്ടുള്ളത്, കാരണം നമുക്ക് കുറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മളെ മാർക്ക് എവിടെയാണോ ഓപ്പൺ ആയി മീൻസ് എവിടെയാണോ ഓക്കെ ആയിട്ട് വരുന്നത് ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്റത് ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യുന്നതിൽ ഒരു 15ാമത്തെ ഓപ്ഷനിലാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് DU ഓക്കെ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്ഷനെ കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട, ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഒരിക്കലും ലോ ഉള്ളത് കൊടുക്കണം എന്നില്ല, എന്റെ സ്കോർ അതായതുകൊണ്ട് കൊടുക്കണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞാല് നമ്മൾക്കൊന്നും, ഞാൻ CUT-യിലെ ഫസ്റ്റത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഐ മീൻ അത് ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ഗൈഡ് ചെയ്യാൻ ആർക്കും അറിയില്ല, എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്, എക്സാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കൊക്കെ പറ്റിയ ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞാല് ഞാനൊക്കെ വിചാരിച്ചേണ്ടത് DU-ലെ എല്ലാ ക്യാമ്പസുകളും ഒരുപോലെയാണെന്നുള്ളതാണ്. എല്ലാ ക്യാമ്പസും ഒരുപോലെയല്ല. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് സ്ഥലത്ത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന സിറ്റുവേഷൻ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെത്. ജാമിയ JNU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, നമ്മൾ സ്കാറ്റേർഡ് ആണ്. 91 കോളേജ് നോർത്ത് സൗത്ത് എന്ന രീതിക്ക് നമ്മൾ സ്കാറ്റേർഡ് ആണ്. അപ്പൊ ഞാനൊക്കെ ഫസ്റ്റിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാൻ എന്റെ കോളേജ് ചൂസ് ചെയ്യുന്നത്. ഐ മീൻ ഫസ്റ്റ് പ്രിഫറൻസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്തില്ല, ഒരു അപ്ഗ്രേഡ് ഓപ്ഷൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റത്തെ പ്രിഫറൻസ് ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവിടെ റാങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാരും ഒരേ സർക്കിളിലൊന്നല്ല, ഐ മീൻ നോർത്ത് ക്യാമ്പസ് സൗത്ത് ക്യാമ്പസ് എന്ന രീതിക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷമാണ് അറിയുന്നത്. അപ്പോ ഞാൻ അതിന്റെ ശേഷമുള്ള എല്ലാ മക്കളോടും പറയുന്നതാണ് മാക്സിമം റാങ്കിങ് നല്ലത് നോക്കിയിട്ട് കൊടുക്കുക. പക്ഷെ എനിക്ക് എന്തുണ്ടായിരുന്നില്ല, പൊട്ടത്തെ ആയിട്ട് ഉണ്ടായിനി എന്നുള്ളത് ഫസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ കാണുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരിക്കലും ആ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഫസ്റ്റത്തെ കാരണം എന്റെ ക്ലാസ്സിൽ വേറെ എനിക്ക് മലയാളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ആ ഒരു ഫസ്റ്റത്തെ നമ്മളൊരു ഹിന്ദി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നതിന്റെ ഫേസിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും ബെറ്റർ നോർത്ത് ക്യാമ്പസിൽ കൊടുക്കുന്നാവും എന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഗ്രാജുവലി നമ്മൾ ലാംഗ്വേജും അഡ്ജസ്റ്റ് ആവുന്ന സമയത്ത് എനിക്കിപ്പോ റിഗ്രറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഓരോരുത്തരും അവരുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള റാങ്കിങ് നോക്കുക, നോക്കിയിട്ട് മാത്രം പ്രിഫറൻസ് സെലക്ട് ചെയ്യുക. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് എന്താക്കരുത്, ചെയ്യരുത്. കാരണം എല്ലാവർക്കും ഒരുപോലെ എന്താവുന്നില്ല, അഡാപ്റ്റ് ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഇതിൽ കുറഞ്ഞ കട്ട് ഓഫുകൾ വായിക്കാം. കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആയിട്ടില്ലല്ലോ? ആ ഐ മീൻ ഇപ്പൊ ലാസ്റ്റ് ഹിന്ദു, ഹലോ പറഞ്ഞോളൂ ഓക്കെയാണ്. ഞാന് കുറഞ്ഞ കോഴ്സിന്റെ രണ്ട് കോളേജത്തെ കട്ട് ഓഫ് ആണ് അപ്പൊ വായിക്കുന്നുള്ളൂ. കാരണം കട്ട് ഓഫുകൾ കോളേജ് വൈസ് ഡിഫറെന്റ് ആണ്, കാറ്റഗറി വൈസ് ഡിഫറെന്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ DU-ന്റെ സൈറ്റിൽ കയറിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഞാൻ ഹിന്ദു കോളേജിലും മിറാണ്ട ഹൗസിലും അതുപോലെ എന്റെ കോളേജിലും ലാസ്റ്റ് കയറിയിട്ടുള്ള കുറഞ്ഞ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ വായിക്കാം. ലാസ്റ്റ് ഇപ്പൊ BSc കെമിസ്ട്രിക്ക് ഹിന്ദു കോളേജിൽ OBC കാറ്റഗറിക്കാർ കയറിയിട്ടുള്ളത് 474 അതുപോലെ മാത്സിന് കയറിയിട്ടുള്ളത് 709 അതുപോലെ സുവോളജിക്ക് 642 ലാസ്റ്റ് കയറി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കയറിയിട്ടുള്ളത്. അത് ഗ്രാജുവലി കുറഞ്ഞു വരും. അതുപോലെ ബോട്ടണിക്ക് 624. അപ്പൊ ഓൾമോസ്റ്റ് നോർത്ത് ക്യാമ്പസിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലാകും. ഐ മീൻ ഇപ്രാവശ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റേഞ്ചിലാവും നമ്മൾ എന്താ ചെയ്യുക, സയൻസ് സബ്ജക്റ്റിന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കയറാം. ഇനിയിപ്പോ സൗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ കോളേജില് ലാസ്റ്റ് ഇയറിൽ 431 എന്തിന് കയറിയിട്ടുണ്ടായിരുന്നത്, മാത്സിന് കയറിയിട്ടുണ്ടായിരുന്നത്. 457 സുവോളജി. അതുപോലെ SC/ST ആണ് എന്നുണ്ടെങ്കിൽ 394 മാത്സിന്, 352 സുവോളജി ബോട്ടണി അങ്ങനെ കയറുന്നു. അപ്പൊ സൗത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കട്ട് ഓഫും കുറയും, നോർത്ത് ആകുമ്പോൾ കട്ട് ഓഫും കൂടും. അതും കാറ്റഗറി വൈസ് എന്തായാലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതാണ് ഓൾമോസ്റ്റ് എനിക്ക് സയൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിഫറൻസ് ആകെ വരുന്നത് സബ്ജക്ട് മാപ്പിംഗിൽ നമ്മൾ +2 കാര്യങ്ങൾ മാപ്പ് ചെയ്യുന്നിടത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്ന സമയത്ത്
PCM or PCB ആണ് മെജോറിറ്റി ഓഫ് സയൻസ് കോളേജിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ലാംഗ്വേജ് ആയിട്ട് ഒരു സബ്ജക്ട് എഴുതണം. പിന്നെ ജനറൽ പേപ്പർ സയൻസ് സബ്ജക്റ്റിനും മെജോറിറ്റി ഓഫ് സബ്ജക്റ്റിനും ജനറൽ പേപ്പർ DUവിൽ കൺസിഡർ ചെയ്യുന്നതല്ല, മറിച്ച് ഈ 3 സബ്ജക്റ്റിന്റെ ടോട്ടൽ സ്കോർ ആണ് കട്ട് ഓഫ് ആയിട്ട് കൂട്ടുക. അപ്പോ ഇതാണ് ഓൾമോസ്റ്റ് എനിക്ക് സയൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കോമൺ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിക്കാം, സയൻസ് സ്പെസിഫിക് അല്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അജിത്ത് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ്. phase 1 phase 2 അങ്ങനെ എന്ത് ക്വയറീസ് ആണെന്നുണ്ടെങ്കിലും യു ക്യാൻ ആസ്ക്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു കുറച്ച് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റിലൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഐ മീൻ എന്തും ചോദിക്കും. നമുക്ക് ഇനിയിപ്പോ നമ്മൾ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടൊന്നും ഒരു ഡൗട്ടും ചോദിക്കാതിരിക്കണ്ട. ബേസിക് ആയിട്ടുള്ള ഡൗട്ട് അടക്കം നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങളെ കരിയർ ആണ്. അപ്പൊ അതിനെ പറ്റി അത് അന്വേഷിക്കൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്ന് വെച്ചിട്ട് ചോദിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാകുന്നത് നമ്മളെ കരിയർ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, എന്താണോ DUമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. BSc മാത്തമാറ്റിക്സിന് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് നോർത്ത് ക്യാമ്പസിൽ കയറിയിട്ടുള്ള OBC കാറ്റഗറി എന്ന് പറയുന്നത് 709 ഈ നോർത്ത് ക്യാമ്പസ്. ഐ മീൻ 700 650 അബവ് ആണ് നോർത്ത് ക്യാമ്പസിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു റേഞ്ചിൽ താഴേക്കോട്ട് വരും. അതായത് ഒരു 500 സംതിങ് അങ്ങനെയൊക്കെയാണ് നോർത്തേക്ക് വരുന്നത്. സൗത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 430 സംതിങ്, ഒരു 400, ഒരു 350 ഒക്കെ ആവുന്ന സമയത്താണ് ലാസ്റ്റ് റൗണ്ട് വരിക. ഇത് ലാസ്റ്റ് ഇയറത്തെ കാര്യമാണ്. നമുക്ക് ഏകദേശം നമുക്ക് ഇപ്രാവശ്യത്തും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റത്തെ കട്ട് ഓഫ് വരണം. ഫസ്റ്റത്തെ അലോട്ട്മെന്റ് വന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഫസ്റ്റത്തെ ഒരു കട്ട് ഓഫിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുക. അതായത് അറ്റ്ലീസ്റ്റ് ഒരു സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ് എങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രാവശ്യം ഏത് രീതിക്കാണ് കട്ട് ഓഫ് പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിൽ തന്നെ ഇപ്രാവശ്യം DUവിന്റെ PGന്റെ കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് ഹൈ കട്ട് ഓഫിലാണ് വന്നിട്ടുള്ളത്. ലോ അല്ല, ഹൈ കട്ട് ഓഫിലാണ് PGന്റെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ UGന്റേത് ലാസ്റ്റ് ഇയർത്തത് മാത്സിൻ്റെത് ഇങ്ങനെയൊക്കെ വരുന്നത്. നോർത്ത് ക്യാമ്പസിൽ എബോവ് 500 എന്തായാലും വേണം. സൗത്ത് ക്യാമ്പസ് അണ്ടർ വരുന്ന കോളേജിലാണെങ്കിലും ഒരു 450 ആ രീതിക്ക് വേണം. വേറെ എന്തെങ്കിലും ഡൗട്ട്? വേറെ എന്താ ഡൗട്ട് വെച്ച്? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സായി മാധവ് ചോദിച്ചിട്ടുണ്ട്, ECA കോട്ട വഴിയുള്ള അലോട്ട്മെന്റ് പ്രോസസ് ഒന്ന് പറഞ്ഞുതരുമോ? ലൈക്ക് അക്കാഡമിക് സ്കോർ വഴിയല്ലല്ലോ, സെപ്പറേറ്റ് ആയിട്ടല്ലേ? അതുപോലെ അപ്ഗ്രേഡ് ഫ്രീസ് തിങ് എങ്ങനെയാ അതിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് ECA കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അതിൽ എന്തെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമ്മൾ അഡ്മിഷന്റെ കൂടെ, അതായത് ഇപ്പൊ നമ്മൾ phase 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ECA കോട്ട, സ്പോർട്സ് കോട്ട എന്നൊരു ഓപ്ഷൻ വരും. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുത്തതിന്റെ എന്ത് വേണം, സർട്ടിഫിക്കറ്റുകൾ വേണം. സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്താൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അഡ്മിഷനിൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആകും. പിന്നെ ഈ ഫ്രീസ് കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതായത് അപ്ഗ്രേഡ് ഓപ്ഷനും ഫ്രീസും എങ്ങനെ വർക്ക് ആവുന്ന ചോദിച്ചാൽ, ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പോ ഫിഫ്ത്തത്തെ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റില് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഞാൻ 5ാമത്തെ പ്രിഫറൻസ് ആക്കിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്കത് പോരാ. എനിക്ക് എന്ത് വേണം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആയതുകൊണ്ട് എനിക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകണം. ഹയർ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയാൽ
ഇനിയിപ്പോ നമുക്ക് ആ സീറ്റ് ഓക്കെ ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്താക്കണം, സീറ്റ് അക്സെപ്റ്റ് യെസ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ഒരിക്കലും അത് കൊടുക്കാണ്ടിരിക്കരുത്. അതായത് എനിക്ക് ആ സീറ്റ് ഓക്കെ അല്ല, എനിക്ക് അടുത്ത അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സീറ്റ് എസ് നെക്കിയിട്ടില്ല, സീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ അഡ്മിഷന് എന്താവും, ഔട്ടായി പോകും. അപ്പൊ ഞാൻ എനിക്ക് 5th അലോട്ട്മെന്റാണ് കിട്ടിയത്, അപ്പൊ എനിക്ക് അത് പോരാ. ഞാൻ എന്തായാലും സീറ്റ് ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് വരും. ഒന്നെങ്കിൽ അപ്ഗ്രേഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്രീസ് ഓപ്ഷൻ. അതിൽ എനിക്ക് എന്ത് വേണം, ഫസ്റ്റത്തെ ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ 5th മുകളിലേക്കുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഗ്രേഡ് ഓപ്ഷൻ വെക്കാം. അപ്ഗ്രേഡ് ഓപ്ഷൻ വെക്കാം. ഇനിയിപ്പോ അല്ല എനിക്കിത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീസ് ഓപ്ഷൻ വെക്കാം. ഇനിയിപ്പോ ഫ്രീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും പിന്നെന്താവും, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെ 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 ആയിട്ട് ഫീ പേയ്മെന്റ് വരെ ഓപ്ഷൻ എത്തും. അപ്പൊ നമ്മൾ എന്തായി, അവിടെ ലോക്കായി. ഇനി നമ്മൾ ഫർദർ ആയിട്ടുള്ള അലോട്ട്മെന്റിൽ നമ്മൾ പരിഗണിക്കപ്പെടില്ല, മീൻസ് നമ്മൾ കോഴ്സ് അവിടെ സെറ്റ് ആയി. ഇനിയാണ് അപ്ഗ്രേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന സമയത്ത് എനിക്ക് അപ്ഗ്രേഡ് ആവാനുള്ള മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താവും, അതിൽ അപ്ഗ്രേഡ് എന്നുള്ള കാണിക്കും. ഇനി അപ്ഗ്രേഡ് ആവാൻ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് അതേപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഡിയുവിന്റെ അപ്ഗ്രേഡ് ഓപ്ഷനും ഫ്രീസ് ഓപ്ഷനും വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ 2 കോഴ്സും വേണ്ട, അപ്ഗ്രേഡും ഇല്ല ഫ്രീസും ഇല്ല. ഇപ്പൊ നമ്മൾ ഫീ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് തോന്നും, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ എന്താവും, വിത്ഡ്രോ ചെയ്യും. ഈ വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം ഡിയു മെൻഷൻ ചെയ്യും. ആ ടൈം ബൗണ്ടറിയിൽ മെൻഷൻ, ഐ മീൻ വിത്ഡ്രോ ചെയ്താൽ മാത്രമേ ഡിയു എന്താവുള്ളൂ, റീഫണ്ട് തരുള്ളൂ. അല്ലാത്ത വിത്ഡ്രോകൾ എന്താവില്ല, റീഫണ്ട് തരൂല. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ സൈറ്റിൽ നിന്ന് വിത്ഡ്രോന്റെ ഓപ്ഷൻ പോയി പോകും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താവില്ല, ഇനി നമ്മൾ വിത്ഡ്രോ ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ പൈസ നമുക്ക് പോയി പോകും. നമുക്കവിടെ അഡ്മിഷൻ പോകണ്ട, അതിന് അഡ്മിഷൻ എടുക്കാൻ യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട കാര്യമുള്ളൂ. നമ്മൾ എന്താവും, നമ്മൾ ആ പൈസ പോയി പോകും. പിന്നെ അത് തന്നെ വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് ഞാനൊരു 16,000 രൂപയാണ് എന്റെ കോഴ്സിന് അടച്ചത് എന്നുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ആയിട്ട് 15 കിട്ടുള്ളൂ. 1000 രൂപ പോലെ എന്തായാലും അവിടെ പിടിച്ചു വെക്കും. അങ്ങനെയാണ് അപ്ഗ്രേഡ്, ഫ്രീസ്, വിത്ഡ്രോന്റെ ഓപ്ഷൻസ് വരുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടോ? ഒരു അല്ല കാര്യം ഞാൻ ഓക്കെ പറഞ്ഞു. ഇല്ല, നമ്മുടെ NCL അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യം ഞാനും പറഞ്ഞു, ഷിഫാനയും പറഞ്ഞു. അത് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ്സ് ശ്രദ്ധിക്കുക. ആൻഡ് ഇത് പെൻസിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്നത് തഹസിൽദാർ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, തഹസിൽദാറിനാണ്, അല്ലാണ്ട് വില്ലേജ് ഓഫീസറിന് അപ്ലൈ ചെയ്യരുത്. കാരണം വില്ലേജ് ഓഫീസർ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വരെ ഉള്ളതിന് മാത്രമേ നമുക്ക് വാലിഡ് ഉള്ളൂ. DU ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ തഹസിൽദാർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇപ്പൊ ഇന്ന് 3-ാം തീയതി ആയിട്ടുണ്ട്, 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ phase 2 ഫിൽ ചെയ്യാനുള്ള. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് ഡേറ്റ് പുറകോട്ടാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അപ്ലോഡ് ഇന്ന് തന്നെയോ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാണ്ടിരിക്കുക. അപ്പം അത് തഹസിൽദാർ ആണെന്നുള്ളതൊന്ന് ഓർത്തോളുക. അതിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ എല്ലാവരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് അതോടൊപ്പം വിചാരിക്കുകയാണ്. തന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യാണ്. ഐ മീൻ ഓക്കെ. അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ടിന്റെ ഒരു ഇത് പറയാണ്, എക്സ്പീരിയൻസിൽ. ഐ മീൻ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും തെറ്റിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, OBC സർട്ടിഫിക്കറ്റ് ഡേറ്റ് അല്ലാത്തത് സബ്മിറ്റ് ചെയ്തത്. രണ്ടാമത്തത് സബ്ജക്ട് മാപ്പിങ്ങിലുള്ള പ്രശ്നം. അതായത് അതിൽ ഏറ്റവും കോംപ്ലിക്കേഷൻസ് വരുന്നത് ഈ സയൻസിൽ നിന്ന് ആർട്സിലേക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ +2 പഠിച്ച കോഴ്സുകളായിരിക്കണം CUT എഴുതേണ്ടത്. അത് നമ്മൾ ആർട്സ് സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ അതാണ് എഴുതേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് സെക്കൻഡ് ഫേസിലാണ് ഈ സബ്ജക്ട് മാപ്പിംഗ് വരിക. അപ്പൊ +2 ക്വാളിഫിക്കേഷനിലുള്ള ഇത് CUT-യിൽ എഴുതിയത് അങ്ങനെയാണ് നമ്മൾ മാപ്പ് ചെയ്യാം. ആ മാപ്പിങ്ങിൽ മിസ്റ്റേക്ക് വന്നാൽ നല്ല റിജക്ഷൻ വരും. ഒരുപാട് റിജക്ഷൻസ് DU-ല് വരല് സബ്ജക്ട് മാപ്പിങ്ങിൽ പ്രശ്നം വന്നിട്ടാണ്. കാരണം അങ്ങനെ റിജക്ഷൻ വന്ന ഒരാൾ തന്നെയാണ് ഞാന്. നമ്മൾ തന്നെ ഫസ്റ്റത്തെ CUT ആയതുകൊണ്ട് നമുക്ക് അന്ന് നമ്മൾ അന്ന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് എനിക്ക് DU-ൽ അഡ്മിഷൻ കിട്ടിയത്. സബ്ജക്ട് മാപ്പിൽ റിജക്ഷൻ വന്നത് തന്നെയാണ് എനിക്ക്. ഞാൻ ആർട്സിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പോ ആ ഒരു കേസ് ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ 4th ഇയറിലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കുട്ടികളെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്.
അത് എന്ത് ചെയ്യാ, മാക്സിമം റെക്ടിഫൈ മീൻസ് തിരുത്തിയിട്ട് മാത്രം ഫോം സബ്മിറ്റ് കൊടുക്കുക. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുക. കാരണം ഓരോ വർഷവും അത് കഴിയുന്ന സമയത്തും യൂണിവേഴ്സിറ്റി അത് എന്തായാണ്ടായി, തിരുത്താതായി. കാരണം പൊതുവെ അത് മെയിൽ അയച്ച് കോളേജുകൾക്ക് തീരുമാനിക്കാൻ പറ്റും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കോളേജ് തിരുത്തുമായിരുന്നു. പക്ഷെ ഇപ്പോ ലാസ്റ്റ് ഇയറിൽ അടക്കം എന്തുണ്ട്, അത്ര തന്നെ കോളേജ് എന്തായാലും യൂണിവേഴ്സിറ്റി അത്ര അത് ശ്രദ്ധിക്കലില്ല. സബ്ജക്ട് മാപ്പിംഗ് ത്രൂ റിജക്ട് ആയിട്ടുള്ള അഡ്മിഷൻസ് അത് റിജക്ട് ആയ പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി കാണല്. കാരണം ഇപ്പൊ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യാ, ശ്രദ്ധിച്ചിട്ട് മാത്രം ഫില്ല് ചെയ്യുക ഈ സബ്ജക്ട് മാപ്പിങ്ങിന്റെ വർക്ക്. ഇതാണ് ഓൾമോസ്റ്റ് പറയാനുള്ളത്. ഇനി ആർക്കും സംശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതെ, അത്യാവശ്യം സമയമായിട്ടുണ്ട്, 9:30 അപ്പോൾ എന്തായാലും രണ്ടുപേരും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ഡെസ്കുകളും മലയാളി കമ്മ്യൂണിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു മിസ്റ്റേക്സും വരാതെ തന്നെ ആയിരിക്കണം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല സ്കോറുകൾ നോക്കി കട്ട് ഓഫുകളൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോടൊപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാവരും കൃത്യമായി എന്ത് ചെയ്യുക, നമ്മുടെ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷവും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാനും എല്ലാവരൊക്കെ ഉണ്ടാവും. പോളിഗ്രേഡിലെ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് മലയാളി സ്റ്റുഡൻസ് ഇവിടെ ഏതെങ്കിലും ക്യാമ്പസിൽ കിട്ടിയാൽ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകില്ല. നിങ്ങൾ അത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടും നിങ്ങൾ പോവാതിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു റിഗ്രറ്റ് നിങ്ങൾക്ക് പിന്നീട് ഫീൽ ചെയ്യും. അപ്പം അത് ഉണ്ടാവരുത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വളരെ കൃത്യമായി എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ സെഷൻ എടുത്ത രണ്ടുപേർക്കും പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഇനിയും മറ്റു യൂണിവേഴ്സിറ്റികളുടെ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ കൃത്യമായി അതിന്റെ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വരും. നേരത്തെ ഷിഫാന നമ്മോടൊപ്പം സ്വപ്ന ക്യാമ്പസുകളിലെ വിശേഷം എന്ന സെഷൻ കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നു. ആ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അസിത്ത് നമ്മുടെ സ്റ്റുഡൻസും കൂടിയാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. കൂടെ മറ്റു ഗൈഡൻസുമായി ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പിനും അവർ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത മുഴുവൻ സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ.